നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. മണലാരണ്യങ്ങളിൽ സ്വപ്നങ്ങളും പ്രതീക്ഷകളും പാതി വഴിയാക്കി ഒരാൾ കൂടി മരണത്തിന്റെ ലോകത്തേക്ക് മറയുകയാണ്. ഞാനൊക്കെ മരിച്ചാൽ കൊണ്ടുപോകാൻ ഇക്ക ഉണ്ടാകുമല്ലോ എന്ന് ചോദിച്ച യുവാവിന്റെ മൃതദേഹം കയറ്റി അയക്കേണ്ടി വന്ന അനുഭവം അഷ്റഫ് താമരശ്ശേരിയാണ് സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചത്. ഷാർജ വിമാനത്താവളത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ യുവാവിന്റെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് അയക്കാനുള്ള രേഖകൾ ശരിയാക്കാൻ പോകുമ്പോൾ പലതവണ അഷ്റഫിനെ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ നമ്പർ ചോദിച്ചിരുന്നുവെങ്കിലും പലപ്പോഴും തിരക്കുമൂലം കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അടുത്തിടെ കണ്ടപ്പോൾ ഇക്കയുടെ നമ്പർ ഞാൻ വേറെ ആളിൽ നിന്നും സംഘടിപ്പിച്ചു. എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കാമല്ലോ എന്ന് കരുതിയാണ്. ഞാനൊക്കെ മരിച്ചാൽ കൊണ്ടുപോകാൻ ഇക്ക ഉണ്ടാകുമല്ലോ എന്ന് പറയുകയെ ഒഴിവു ദിനങ്ങളായ ശനിയും ഞായറും അല്ലാത്ത ദിവസം മരിച്ചാൽ മതിയെന്നായിരുന്നു തമാശയായി അഷ്റഫിന്റെ മറുപടി. കഴിഞ്ഞ ദിവസം ഈ യുവാവിന്റെ മൃതദേഹം നാട്ടിലേക്ക് അയക്കേണ്ടി വന്ന അനുഭവമാണ് ഇപ്പോൾ അഷ്റഫ് താമരശ്ശേരി ഫേസ്ബുക്ക് പോസ്റ്റിൽ വിവരിച്ചത്. ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയായിരുന്നു: ഇന്ന് 5 മലയാളികളുടെ മൃതദേഹമാണ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് നാട്ടിലേക്ക് അയച്ചത്. ഇതിൽ ഒരു സുഹൃത്തിന്റെ മരണം നിറക്കണ്ണുകളോടെ അല്ലാതെ വിവരിക്കാൻ കഴിയില്ല. ഷാർജയിൽ നിന്നും മൃതദേഹങ്ങൾ അയക്കുമ്പോൾ വിമാനത്താവളത്തിലുള്ള പോലീസ് എയ്ഡ് പോസ്റ്റിൽ നിന്നും രേഖകൾ സീൽ ചെയ്ത് വാങ്ങിക്കേണ്ടതുണ്ട്. ഇതിനായി ഏതാണ്ട് എല്ലാ ദിവസങ്ങളിലും ഞാൻ അവിടെ കയറി ഇറങ്ങാറുണ്ട്. ഇതിനിടയിൽ കണ്ടുമുട്ടാറുള്ള മലയാളിയായ ഒരു സെക്യൂരിറ്റിക്കാരൻ എന്നോട് സൗഹൃദം കാണിച്ച് പലപ്പോഴും നമ്പർ ചോദിക്കാറുണ്ട്. തിരക്കിനിടയിൽ നമ്പർ നൽകാൻ മറന്നുപോയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പട്ടാമ്പിക്കാരൻ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അവിടെ പോയി തിരക്കിലിറങ്ങി വരികയായിരുന്നു ഞാൻ. അപ്പോഴും ഈ സുഹൃത്ത് മുന്നിൽ വന്ന് പെട്ടു. കയ്യിൽ ഒരു കേക്കിന്റെ കഷ്ണവും കരുതിയിട്ടുണ്ട്. അത് തന്ന ശേഷം എന്നോട് ഒരു കാര്യം പറഞ്ഞു: ഇക്കയുടെ നമ്പർ ഞാൻ വേറെ ആളിൽ നിന്നും സംഘടിപ്പിച്ചു. എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കാമല്ലോ എന്ന് കരുതിയാണ്. ഞാനൊക്കെ മരിച്ചാൽ കൊണ്ടുപോകാൻ ഇക്ക ഉണ്ടാകുമല്ലോ. ഞാൻ ആ കേക്ക് തിന്നുന്ന സമയത്തിനുള്ളിൽ അദ്ദേഹം ഇത്രയും പറഞ്ഞു വെച്ചു. ഒഴിവു ദിനങ്ങളായ ശനിയും ഞായറും അല്ലാത്ത ദിവസം മരിച്ചാൽ മതിയെന്ന് ഞാൻ തമാശയായി മറുപടി പറഞ്ഞു. അത് കേട്ട് ഞങ്ങൾ പരസ്പരം ചിരിച്ച് കൈകൊടുത്താണ് പിരിഞ്ഞത്. ഓട്ടപ്പാച്ചിലിനിടയിൽ ഭക്ഷണം കഴിച്ചിട്ടില്ലാതിരുന്നതിനാൽ അദ്ദേഹം സ്നേഹത്തോടെ തന്ന കേക്കിൻ കഷ്ണത്തിന് എന്റെ വിശപ്പിനെ തെല്ലൊന്ന് ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. ദിനംപ്രതി നിരവധി പേർ മരിച്ച വിവരം പറഞ്ഞ് എന്നെ വിളിക്കാറുണ്ട്. ഇന്നലെ വന്ന വിളി കേട്ട് പതിവില്ലാതെ ഞാനൊന്ന് ഞെട്ടിപ്പോയി. കാസർഗോഡ് മധൂർ കൂടൽ RD നഗർ ഗുവത്തടുക്ക ഹൗസിലെ MK ചന്ദ്രന്റെയും സാവിത്രിയുടെ മകൻ സച്ചിൻ, വിമാനത്താവളത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ ആ പ്രിയ സുഹൃത്തിന്റെ മരണവാർത്തയുമായിട്ടായിരുന്നു ആ ഫോൺ കോൾ. മനസ്സ് വല്ലാതെ നൊമ്പരപ്പെട്ടു. ഇത്രയേ ഉള്ളൂ മനുഷ്യരുടെ കാര്യം. എപ്പോഴാണ് അവസാന ശ്വാസം മുകളിലേക്കെടുത്ത് പുറത്തേക്ക് വിടാൻ കഴിയാതെ നിശ്ചലമായി പോകുന്നുവെന്നത് ആർക്കും പറയാൻ സാധിക്കില്ല. വിട പറഞ്ഞ പ്രിയ സുഹൃത്തിന് നിത്യശാന്തി നേരുന്നു. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് അവസാനിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.